ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെടിച്ചട്ടിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ വലിയൊരു ചെടിച്ചട്ടി ഉണ്ടാക്കിയിരുന്നു. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെടിച്ചട്ടി ഭയങ്കരമായിട്ടുള്ള നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയത്. ഒരുപാട് പേര് നമ്മൾ ആ വീഡിയോ കണ്ടു ചെയ്തു തന്നെ. അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചു. ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞു. ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പം ഒരു പയ്യൻ നമ്മളെ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ചെടിച്ചട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ചെടിച്ചട്ടി ഉണ്ടാക്കി, അതിനുശേഷം എൻ്റെ ഫാമിലിയിലൊക്കെ ഞാൻ സെയിൽ ചെയ്യാറുണ്ടെന്ന്. അവന് നല്ലൊരു ഈ ഒരു ലോക്ക്ഡൗൺ ടൈമും അതുപോലെ തന്നെ സ്കൂൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്ന ഈ ടൈം ആയതുകൊണ്ട് തന്നെ കുറേ ടൈം ഫ്രീ ഉണ്ട്. ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കിയെന്ന്. ഒരുപാട് സന്തോഷമായിട്ട് അത് കേട്ടപ്പം. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരൊറ്റ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡോർ, അതായത് നമ്മുടെ വീടിനകത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു പോട്ട്, ഒരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, വീഡിയോ കണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റാണ്. അതായത് ഈ രണ്ട് പാത്രവും അതുപോലെ ഒരു തെർമോകോളാണ് ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്രം വേണം. അതുപോലെ കഴിഞ്ഞ തവണ നമ്മളൊരു ചെടിച്ചട്ടി ഉണ്ടാക്കിയില്ല, അതേ സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി നല്ലൊരു ചെടിച്ചട്ടി എടുക്കുക, അതായത് നീറ്റായിട്ടുള്ള എടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഇതിൻ്റെ പുറംഭാഗം പോലെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെയും ഡിസൈൻ വരിക. അപ്പോൾ നമ്മൾ നല്ലൊരു പാത്രം എടുത്തു. അതിനുശേഷം അതിൻ്റെ നേരെ ചെറിയൊരു പാത്രം എടുത്തു. ഇതിൽ നമുക്ക് മണലോ എന്തെങ്കിലും വെയിറ്റിന് വേണ്ടിയിട്ട് നിറക്കുക വേണം. അത് നമുക്ക് വീഡിയോയുടെ തുടർച്ചയായിട്ട് പറയാം. അതുപോലെ തന്നെ ഇതിലൊരു തെർമോകോളിൻ്റെ പീസ് ഉണ്ട്. ഈ ഒരു തെർമോകോളിൻ്റെ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് രണ്ട് ഉപകാരമുള്ളത്. ഒന്നാമത്തെ, ഇത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെക്കുന്നതോടുകൂടി നമുക്ക് കുറച്ച് ഹൈറ്റ് കിട്ടും. അതായത് ഈ ഒരു ചെടിച്ചട്ടിയുടെ താഴെ ഭാഗം ഈ ഒരു കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ തെർമോകോൾ യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെർമോകോളിൽ തന്നെ നമുക്കൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇൻഡോർ ആണെങ്കിലും നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ഹോൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. താഴെ നമുക്കൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന എല്ലാ പാത്രങ്ങളിലും കുറച്ച് മണൽ നിറക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചെടിച്ചട്ടീൻ്റെ മുകളിൽ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വെയിറ്റിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മളൊരു ചെടിച്ചട്ടീൻ്റെ സെറ്റ് എടുക്കുക. അതായത് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെർമോകോളിൻ്റെ പീസ്. ഈ ഒരു തെർമോകോളിൻ്റെ പീസ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു സംഭവമാണ് ഈ ഒരു പാത്രം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ നമ്മൾ മണൽ നിറച്ച് കൊടുക്കുക. നന്നായിട്ട് മണൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാത്തിലും മണൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെറിയ പാത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മണൽ സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എല്ലാത്തിലും മണൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്യാണ്. വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു അച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്യാൻ പോവാണ്. നമുക്കിതിന് ആകെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു വൈറ്റ് സിമെൻറ്റ് മാത്രമേ ഉള്ളൂ. അത് തന്നെ കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് സിമെൻറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വൈറ്റ് സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലായാൽ പൊള്ളുന്നൊരു സംഭവം കേട്ടോ. സാധാ സിമെൻറ്റിനേക്കാളും കുറച്ചും കൂടി പവർ കൂടും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ ചട്ടകം കൊണ്ട് കയ്യിലാകാതെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് എടുത്തു. നമ്മൾ ഇത്രയും തോനെ ഉണ്ടാക്കാനുള്ളത് കൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് വൈറ്റ് സിമെൻറ്റ് എടുത്ത്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച്, അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ 40% വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് പക്കാണ്ട് ലൂസായി പോകരുത്, എന്നാൽ ടൈറ്റും ആകരുത്. ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, നമ്മൾ ഏകദേശം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ടൈറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് പക്കാ ലൂസും അല്ല, എന്നാലോ ഫുള്ളായിട്ട് ടൈറ്റ് ആയിട്ടുമില്ല. അപ്പോൾ ഓക്കെ, നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറുത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ മുള്ളിലായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം കേട്ടോ. അതായത് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പോട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസത്തെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ആക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കുക. ഇതേപോലെ ആക്കിയാൽ മതി. ഇതിൽ നമ്മൾ കരിയോയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് പോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറിൽ മാറ്റം ഉണ്ടാവും. എന്നാലും പ്രശ്നമില്ല. പിന്നീട് നമുക്ക് സാൻഡ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മണൽ നിറച്ച് വെച്ച ഈ പോട്ടില്ലേ, ആ അതിൻ്റെ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതും കിട്ടി പോരില്ല. അതുകൊണ്ടാട്ടോ. അതിൻ്റെ താഴത്തൊക്കെ നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് വെക്കുക. അതിന് ശേഷം നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു പകുതിയോളം ഇട്ട് കൊടുത്താൽ മതി.
നന്നായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു തെർമോകോളിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇതിൽ താഴേക്ക് വെച്ച് കൊടുക്കാം. ഏറ്റവും താഴെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു വെയിറ്റ്, അതായത് നമ്മൾ മണൽ നിറച്ച് വെച്ച ആ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മൾ ആ ഒരു തെർമോകോളിൻ്റെ പീസ് വെച്ചുകൊണ്ട് അതിൻ്റെ താഴേക്ക് പോകില്ല. അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമുക്കൊരു സെല്ലോ ടൈപ്പ് ഇതിന് അപ്പുറം ഇപ്പുറം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോട്ട് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. 24 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വലിയ ബോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം നമുക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് തെർമോകോളിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് നമുക്കൊരു സെല്ലോ ടൈപ്പ്. അപ്പോൾ മാക്സിമം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെല്ലോ ടൈപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇതിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഫുള്ളായിട്ട് തേഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു പാട്ട വെച്ചുകൊണ്ട് കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും നമുക്കൊരു പരീക്ഷണാർത്ഥം അവിടെ വെക്കാം. അപ്പോൾ നമ്മൾ 10 മണിക്കൂറേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞത് ഒരു ദിവസം വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഒരു ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. 10 മണിക്കൂർ ആയപ്പോൾ തന്നെ ഇതൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ള് റിമൂവ് ചെയ്ത് നോക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് റിമൂവ് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു വലിയ ഒരു പീസ് തന്നെ റിമൂവ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചിരുന്നു, അതൊക്കെ ഒഴിവാക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് മണലുണ്ട് കേട്ടോ. അതായത് നമ്മൾ വെയിറ്റിന് വേണ്ടി മണൽ വെച്ചിരുന്നു. അത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മണൽ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ നമ്മൾ ഉള്ളിൽ വെച്ചിരുന്നത്, ഈ ഒരു പാത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം എടുത്ത് ചെയ്യുക. കൂടുതലായിട്ട് നമ്മൾ ഒരു തിടുക്കം കൂട്ടിയിട്ടൊന്നും ചെയ്യരുത്. കാരണം ഇതിൻ്റെ സൈഡൊക്കെ വൈറ്റ് സിമെൻ്റ് അല്ല, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോട്ടിന് ആ ഒരു ലുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് മെല്ലെ മെല്ലെ ചെയ്തെടുക്കുക, മെല്ലെ മെല്ലെ ഊരിയെടുക്കുക. ഓരോ ഭാഗവും പൊന്തിച്ചതിന് ശേഷം ഫുള്ളായിട്ട് റിമൂവ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഇളകി പോരുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, നല്ല നീറ്റായിട്ടുണ്ട്. ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. ഉള്ളിലുള്ള ഹോൾസൊന്നും പ്രശ്നമില്ല, നമുക്ക് പുറത്ത് ഹോൾസ് ഇല്ലാതെ മതി. നമുക്ക് ഇനി ഇത് റിമൂവ് ചെയ്യണം. നേരെ കമിഴ്ത്തി വെക്കുക. അപ്പോൾ ഇനി നമ്മളിത് കമിഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് കൈകൊണ്ടൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കുക. ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. ചില സമയത്ത് ചില പോട്ടിൽ മാത്രമേ നല്ല ടൈറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പാത്രം മെല്ലെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ തട്ടി കൊടുക്കുക. കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ പോട്ട് കറക്റ്റായിട്ട് ഇവിടുന്ന് വീണിട്ടുണ്ട്. അടിപൊളി കണ്ടോ. അപ്പോൾ ഇതിന് ചെറിയ പിൻ ഹോൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട്. ഒരു ഹോള് പോലും ഇല്ല. ഉൾഭാഗത്ത് കുറച്ച് ഹോൾസ് ഉണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ ഹോൾസാണ്, ചെറിയ ബബിൾസ് ഉണ്ടായതിൻ്റെ ആ ഒരു ഹോൾസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചുറ്റിക ഉപയോഗിച്ച്, ചുറ്റികയാണെന്ന് കരുതി നല്ല അടിപൊളിയായിട്ടൊന്നും അടിച്ചു കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് മെല്ലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തന്നെ പോകുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ 1-2 പിൻ ഹോൾസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ 2 ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ടാൽ നല്ല വൃത്തിയിൽ കിട്ടും. ഇങ്ങനെ തന്നെ ഉപയോഗിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി 1-2 കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത 3 തരം ബോട്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്.
പക്ഷേ നമുക്ക് പറ്റിയ 2 ഫാൾട്ട് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ ഇതിൻ്റെ അച്ചിന് ആ ഒരു ഇതായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പാത്രം വെച്ചല്ലോ, അതിലൊക്കെ വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ്. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സിന് പകരം നമ്മൾ വെച്ചിരിക്കുന്ന ഒന്നാമത്തത് ഈ ഒരു കുപ്പി ഗ്ലാസ്, അതായത് പൊട്ടുന്ന ഒരു ബോട്ടിലാണ് വെച്ചിരുന്നത്. പക്ഷേ അത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് ഒരു പൊട്ടത്തരം പറ്റിയതാണ്, ഒരു ചെറിയൊരു മണ്ടത്തരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരും അത് ചെയ്യേണ്ട. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് നോക്കി കേട്ടോ, ഇങ്ങനെ കിട്ടുമോ നോക്കി. പക്ഷേ അവസാനം എന്താ ആയത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടുക എന്നല്ലാതെ, നമ്മൾ ഈ ഐസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇത് രണ്ടും ഇങ്ങനെ കിട്ടിയെന്നല്ലാതെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് കട്ട് ചെയ്യാതെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മണ്ടത്തിന് ആർക്കും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഏതായാലും നമുക്ക് പറ്റി. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ വെയിറ്റ് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഏതായാലും ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയ ഇത് രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ചെറുതായിട്ട് ഇത് ഒന്നിന് മാത്രം കുറച്ച് ഹോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിൽ കറക്റ്റായിട്ട് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ, അതായത് ചെറിയൊരു 120-ൻ്റെ ഒരു കടലാസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വരുതിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയെല്ലാം നമ്മൾ കുറച്ചേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു ദിവസമെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് പൊട്ടലും ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് 1 ഡേ വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ മാത്രമേ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ 1-2 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെക്കാം. നമ്മൾ ഒരു ദിവസം ഇട്ട് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ചെടിയൊക്കെ കുഴിച്ചിടാം. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് നമുക്ക് ഇനി മോൾഡായിട്ട് നമ്മൾ ഇതുപോലത്തെ ചെടിച്ചട്ടി ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധാ ബോട്ടിലുണ്ടല്ലോ, 7-അപ്പിൻ്റെ, കൊക്കക്കോളയുടെ, പെപ്സിൻ്റെ ഒക്കെ ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ താഴ്ഭാഗമാണിത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ എത്രയോ ഉള്ളതാണ്. ഒരുപാട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സംഭവമാണ് ഇതുപോലത്തെ വാട്ടർ ബോട്ടിലുകൾ. അപ്പോൾ ഇത് ഉപയോഗിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട്. കണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ കണ്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഉഷാറാന്ന് പറയാം. കാരണം ഇതിന് പ്രത്യേക ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇവിടെ ഹോൾ ഇടാൻ കണ്ടോ, നമ്മൾ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്ത് വെക്കാം. ഹോൾ റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ്, ഒരു 5 കിലോ വൈറ്റ് സിമെൻറ്റ് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ് കിലോന് വരുന്നത്. അത് സാധാരണ ലൂസ് വാങ്ങുമ്പോൾ. അപ്പോൾ നമ്മളൊരു ചാക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിനേക്കാളും വില കുറച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് ഒരുപാട് ഇൻഡോർ ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം. പല കളറിലും പെയിൻ്റൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ട, അതായത് വെള്ളം ഒഴിക്കേണ്ട ചെടികളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതിന് മാത്രം ഹോൾ ഇട്ടാൽ മതി. നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് ആദ്യം ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതിന് മാത്രം ഹോൾ ഇട്ടാൽ മതി. അല്ലാതെ സ്പ്രേ ചെയ്ത് എടുക്കുന്ന ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഹോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനല്ലോ. ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന സാധാരണ മോൾഡും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കി. അതൊന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ബോട്ടിലുണ്ടല്ലോ, നമ്മുടെ കൊക്കക്കോള, അതുപോലെ തന്നെ 7-അപ്പ്, പെപ്സി, അതിൻ്റെയൊക്കെ ബോട്ടിലുണ്ടാവും. ആ ബോട്ടിലിൻ്റെ താഴത്തുള്ള ഒരു ഭാഗം വെച്ച്, ആ ബോട്ടിൽ നിന്നല്ല, പല ബോട്ടിലും എന്ത് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വൈറ്റ് സിമെൻറ്റ് ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടാട്ടോ ഇത് വിജയിച്ചതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് സക്സസ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു, ഒറ്റ ലൂസാക്കിയൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും കറക്റ്റ്
ആവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് സിമെൻറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 40%, 40% മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ക അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.